നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലവും വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കേണ്ട സമയവുമായി. പക്ഷേ മുന്നണികൾ തദ്ദേശത്തിൻ്റെ കൂട്ടിക്കിഴിക്കലുകളിൽ നിന്ന് ഇനിയും പുറത്തേക്ക് കടന്നിട്ടില്ല. മികച്ച വിജയം നേടിയ UDFൽ മേയർ സ്ഥാനമടക്കമുള്ള വിഷയങ്ങളിൽ സമവായം എത്താത്ത ഒരവസ്ഥയുണ്ട്. കൊച്ചി മേയറെ തെരഞ്ഞെടുക്കുന്നതിൽ KPCC നിർദ്ദേശ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നാണ് ദീപ്തി മേരി വർഗീസിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. തർക്കമുണ്ടെങ്കിൽ അത് KPCC നിരീക്ഷകനെത്തി പ്രശ്നം പരിഹരിക്കണം, അങ്ങനെയൊക്കെയാണ് മാനദണ്ഡങ്ങൾ. പക്ഷേ കൊച്ചി മേയർ വിഷയത്തിൽ KPCC ഇടപെടേണ്ട കാര്യമേ ഇല്ല എന്നാണ്, അങ്ങനെയാണ് തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. LDF ആണെങ്കിൽ എങ്ങനെ തോറ്റുവെന്ന് ഇനിയും മനസ്സിലാക്കാതെയും മനസ്സിലാക്കിയില്ലെന്ന് നടിച്ചും പോകുന്ന ഒരവസ്ഥയിലുമാണ്. കൊല്ലത്തെ തോൽവി വിലയിരുത്താൻ ഇന്ന് ജില്ലാ കമ്മിറ്റിയാണ്. കൊല്ലത്തെ തോൽവി ഒരു ചരിത്രം കൂടിയാണല്ലോ. MV ഗോവിന്ദൻ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിലെങ്കിലും തോൽവിയുടെ ഒരു കാരണം കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. അതിനിടെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെ ആശങ്ക അറിയിക്കാൻ ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മറ്റൊന്ന് ISROയുടെ വാണിജ്യ ദൗത്യമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2ൻ്റെ വിക്ഷേപണമാണ്. ഇന്ന് രാവിലെ 8:55 വിക്ഷേപണം. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കൊച്ചി മേയർ സ്ഥാനത്തിന് സമവായമായില്ല. ദീപ്തി മേരി വർഗീസിനായി ഒരു വിഭാഗം നിലപാട് ശക്തമാക്കി. വിഷയത്തിൽ KPCC ഇടപെട്ടേക്കില്ല. പരാതി നൽകിയ ദീപ്തി മേരി വർഗീസിനെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കാൻ DCC നീക്കം. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണന ലഭിക്കാത്തതിനെതിരെ മുസ്ലിം ലീഗും രംഗത്ത്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ ആശങ്ക അറിയിക്കാൻ സംസ്ഥാനം. ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. ISROയുടെ വാണിജ്യ ദൗത്യമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 വിക്ഷേപണം ഇന്ന് രാവിലെ 8:55 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം. അമേരിക്കൻ ഉപഗ്രഹം കുതിച്ചുയരുന്നത് ഇന്ത്യൻ നിർമ്മിത റോക്കറ്റായ LVM-3ൽ. ദൗത്യം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും US-ലെ AST സ്പേസ് മൊബൈലും തമ്മിലുള്ള വാണിജ്യ കരാറിന്റെ അടിസ്ഥാനത്തിൽ. തുർക്കി സന്ദർശനത്തിനെത്തിയ ലിബിയൻ സൈനിക മേധാവി ജനറൽ മുഹമ്മദ് അലി അൽ ഹദാദ് വിമാനാപകടത്തിൽ മരിച്ചു. അപകടം അങ്കാറയിലെ എസൻബോഗ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് അരമണിക്കൂറിനകം. വിമാനത്തിൽ ഉണ്ടായിരുന്നവർ എല്ലാം മരിച്ചുവെന്ന് റിപ്പോർട്ട്. രണ്ടാം T20യിൽ ശ്രീലങ്കയെ തകർത്ത് ഇന്ത്യൻ വനിതകൾ. ജയം 7 വിക്കറ്റിന്. ടീം ഇന്ന് തിരുവനന്തപുരത്തെത്തും. മറ്റന്നാൾ ഇന്ത്യ ശ്രീലങ്ക T20 മത്സരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പുകയുമ്പോൾ വിഷയത്തിൽ KPCC ഇടപെട്ടേക്കില്ല എന്ന സൂചന. പരാതി നൽകിയ ദീപ്തി മേരി വർഗീസിനെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണന ലഭിക്കാത്തതിനെതിരെ മുസ്ലിം ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. ലീഗിന്റെ ജില്ലാ നേതൃത്വം ചേർന്ന് വിഷയം ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനായ UDFന് കോൺഗ്രസിന് പക്ഷേ കൊച്ചി മേയർ സ്ഥാനം സംബന്ധിച്ച് വലിയൊരു കീറാമുട്ടിയായിരിക്കുകയാണ്. തുടക്കം മുതൽ കേട്ടിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തുമൊക്കെ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, കോൺഗ്രസിന് കോർപ്പറേഷൻ ലഭിക്കുകയാണെങ്കിൽ ദീപ്തി തന്നെയായിരിക്കും മേയർ എന്ന തരത്തിലാണ് പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ദീപ്തി അങ്ങ് തഴയുകയാണ്. ഇതിന് പിന്നിൽ എന്താണ്? സാമുദായിക സമ്മർദ്ദം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ സാമുദായിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും ഇടപെടില്ല എന്നൊക്കെയായിരുന്നു KPCCയുടെ ഒരു തീരുമാനം. അതൊന്നും വിലക്കെടുക്കാനായില്ല അല്ലേ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം ഉയർന്നു വന്നിരുന്ന മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ദീപ്തി മേരി വർഗീസിൻ്റെ പേര് തന്നെയായിരുന്നു. കാരണം അവർ KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും പാർട്ടി തലത്തിൽ ഏറ്റവും മേൽഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലുമൊക്കെ വിജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ഒരു സർക്കുലർ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സർക്കുലർ പാലിക്കപ്പെട്ടില്ല എന്ന ആരോപണമാണ് ഇന്നലെ ദീപ്തി മേരി വർഗീസ് ഉന്നയിച്ചത്.
എന്നല്ല, കേരളം എല്ലാവരും കൊച്ചിയിൽ പ്രത്യേകിച്ച് കൊച്ചിയിലാകെ 72 സീറ്റുകളിൽ 76 സീറ്റുകളിൽ 42 സീറ്റിലാണ് കോൺഗ്രസിൻ്റെ അംഗങ്ങൾ വിജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഇവിടെയുണ്ട്. ഏതായാലും ഈ KPCCയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ സർക്കുലർ പാലിക്കപ്പെടുകയാണെങ്കിൽ KPCC ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് തന്നെയായിരുന്നു മേയർ സ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്നത് എന്നാണ് കരുതിയിരുന്നത്. എല്ലാവരും അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്നതും ഒരുപക്ഷെ ടൈം വ്യവസ്ഥയിൽ മുന്നോട്ട് പോയാൽ പോലും ദീപ്തി മേരി വർഗീസിന് ഒരു ടൈം ലഭിച്ചേക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. അതും ആദ്യ ടൈം തന്നെ ലഭിക്കുമോ എന്നായിരുന്നു ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ അവസാന നിമിഷം 2 ടൈമായി മേയർ സ്ഥാനം പങ്കിടപ്പെടുകയും അതിൽ ദീപ്തി മേരി വർഗീസ് ഒരു ടൈമിലും വരുന്നില്ല എന്നതും ആണ് നമുക്ക് അവസാനം കാണാൻ കഴിഞ്ഞത്. അത് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ സാമുദായിക സമ്മർദ്ദങ്ങൾ മാത്രമല്ല, ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ദീപ്തി മേരി വർഗീസും പറഞ്ഞു വെച്ചത്. ഡൊമിനിക് പ്രസൻറ്റേഷൻ, ഇത് ഗ്രൂപ്പുകളുടെ പേര് പറഞ്ഞില്ലെങ്കിലും എ ഗ്രൂപ്പ് നേതാവായ ഡൊമിനിക് പ്രസൻറ്റേഷനും ഐ ഗ്രൂപ്പ് നേതാവായ N വേണുഗോപാലും ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഇന്നലെ ദീപ്തി മേരി വർഗീസിൻ്റെ പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ ഈ ഗ്രൂപ്പിൻ്റെ പേരുകൾ പറഞ്ഞില്ലെങ്കിൽ പോലും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അദ്ദേഹം VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വിശ്വസ്തൻ കൂടിയാണ്. അദ്ദേഹം ഇവർ 3 പേരുമാണ് വിജയിച്ചു വന്ന കോൺഗ്രസിൻ്റെ കൗൺസിലർമാരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ആരെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിൽ ഒരു സമവായം പോലെ രൂപീകരിക്കുകയും ചെയ്തത്. ഇന്നലെ കോർ കമ്മിറ്റി ചേർന്ന ശേഷം ആരാകും മേയർ എന്നത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കോർ കമ്മിറ്റി ഇന്നലെയും കോർ കമ്മിറ്റി ചേർന്നില്ല. എപ്പോൾ കോർ കമ്മിറ്റി ചേരുമെന്ന ചോദ്യത്തിന് നേതാക്കൾ വ്യക്തമായ മറുപടി നൽകിയില്ല എന്നും ദീപ്തി മേരി വർഗീസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സർക്കുലർ പാലിക്കപ്പെട്ടില്ല, ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെ ദീപ്തി മേരി വർഗീസ് തുറന്നു പറയുന്നു. അതേപോലെ തന്നെ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന VD സതീശൻ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയില്ല. ഇതിനിടെയാണ് ദീപ്തി മേരി വർഗീസ് KPCCക്ക് പരാതി നൽകുന്നത്. അപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ദീപ്തി മേരി വർഗീസ് നൽകിയ മറുപടി, ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് DCC പ്രസിഡന്റും അതേപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. അവരാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. തൻ്റെ അടുത്ത് ആരും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഏതായാലും നമുക്ക് മൊത്തത്തിൽ മനസ്സിലാകുന്നത് എ ഗ്രൂപ്പ് നേതാവായ വി കെ മിനിമോൾക്ക് ലഭിച്ചത് 17 പേരുടെ പിന്തുണയാണെങ്കിൽ ഐ ഗ്രൂപ്പിൽ നിന്നുള്ള ഷൈനി മാത്യുവിന് ലഭിച്ചത് 20 പേരുടെ പിന്തുണയാണ്. അപ്പോൾ ഗ്രൂപ്പ് സമ്മർദ്ദം തന്നെയാണ് ഇവിടെ ഫലം കണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദീപ്തി മേരി വർഗീസ് നൽകിയ പരാതി അത് KPCC ആ വിഷയത്തിൽ ഇടപെട്ടേക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതത് ജില്ലകളിലെ കാര്യങ്ങൾ അതത് ജില്ലയിൽ തന്നെ പരിഹരിക്കപ്പെടട്ടെ. സാമുദായിക സമ്മർദ്ദമല്ല, ഗ്രൂപ്പ് സമ്മർദ്ദമാണ് കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമവായത്തിൽ എത്താതെ പോയതും ഈ വിവാദങ്ങളിലേക്ക് പോകാൻ കാരണമെങ്കിൽ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഗ്രൂപ്പ് തർക്കങ്ങൾ തുടരുകയല്ലേ ഉള്ളൂ. ഇത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാവില്ലേ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ സമുദായ സംഘടനകളുടെ അല്ലെങ്കിൽ വിവിധ സാമുദായിക സമവായങ്ങൾ നോക്കാതെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാതെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം ലത്തീൻ സഭ കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി VK മിനിമോൾക്ക് വേണ്ടി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് കീഴ്പ്പെട്ടു എന്ന് തന്നെ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കേണ്ടി വരും. കാരണം ശക്തമായ ഒരു അവകാശവാദമാണ് ലത്തീൻ സഭ ഉന്നയിച്ചത്. 42 പേരിൽ 18 പേർ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള സമുദായ സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന നിർദ്ദേശം ഒരുപക്ഷെ മാറ്റിവെക്കപ്പെടേണ്ടി വന്നു. ഇത് കാരണം മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 5 മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ സമുദായങ്ങളെ കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും കൂടെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് കരുതേണ്ടതുണ്ട്. എന്നാൽ ഇതിനൊക്കെ മുകളിലായി ഈ
ഗ്രൂപ്പുകളുടെ ഒരു സമ്മർദ്ദവും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സമുദായ സമവാക്യങ്ങളും ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളും ഒക്കെ പരിഗണിക്കപ്പെട്ടപ്പോഴാണ് ദീപ്തി മേരി വർഗീസ് പുറത്താക്കപ്പെട്ടത്. പിന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗും ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിനെ കൂടി പരിഗണിക്കണമെന്ന് അവർ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇതൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ലീഗിന് ഒരു പരിഗണനയും ലഭിച്ചില്ല. കോൺഗ്രസ് തന്നെ എല്ലാ സ്ഥാനത്തേക്കുമുള്ള അംഗങ്ങളെ പരിഗണിച്ചു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഒരു ടീമിൽ പോലും ലീഗിനും പരിഗണന ലഭിച്ചില്ല. ഇന്ന് ലീഗിൻ്റെ ജില്ലാ നേതൃയോഗം ചേരുന്നുണ്ട്. ഇവർ ഇക്കാര്യം ചർച്ച ചെയ്യും. പിന്നീട് ഒരുപക്ഷെ യു ഡി എഫിന് ഈ കാര്യത്തിലുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും മായ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മുമ്പത്തേക്കാൾ വലിയ ഒരു തർക്കവും വിവാദവും ഉയർന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇടപെടാതെ മാറി നിന്ന് ഒരു സമവായ ചർച്ചയിലൂടെ ദീപ്തി മേരി വർഗീസിൻ്റെ അടക്കം ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മായ. പ്രശാന്ത് ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പുകയുകയാണ് കോൺഗ്രസിൽ. വലിയ തോതിൽ തന്നെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് നിയമസഭയെയും ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൊല്ലം കോർപ്പറേഷനിൽ അമിത ആത്മവിശ്വാസം തിരിച്ചടിയായെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. ആര് നിന്നാലും ജയിക്കുമെന്ന തെറ്റിദ്ധാരണ നേതാക്കൾക്കുള്ളിൽ പോലും ഉണ്ടായെന്നും പല ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, കൊല്ലം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആത്മവിശ്വാസം തന്നെയായിരുന്നു LDFന്. കൈവിട്ടു പോവില്ല എന്നായിരുന്നു. പക്ഷേ ചരിത്രമാണ് സംഭവിച്ചത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കൊല്ലം കൈവിട്ടുപോയി. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് CPM നേതാക്കൾ. ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ വലിയ വിവാദങ്ങളുണ്ടായി, വലിയ ചർച്ചയുണ്ടായി. ഇനിയിപ്പോൾ MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി ചേരുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരില്ലേ സുധീഷ്? തീർച്ചയായും മായ, നമുക്കറിയാം CPM ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം. കാരണം CPM ജില്ലാ കമ്മിറ്റിക്ക് ഈ ഒരു ഇത്തവണ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന കോർപ്പറേഷനിലും ഒപ്പം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലും സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ച അത് വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു CPM ജില്ലാ കമ്മിറ്റി യോഗം തുടങ്ങിയത് തന്നെ. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ഉണ്ടായ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് പാർട്ടിയിൽ പല നേതാക്കളും അല്ലെങ്കിൽ പാർട്ടിക്ക് പല സ്ഥാനങ്ങളിലുള്ളവരെ ഇത്തവണ മത്സരത്തിനായി ഇറക്കി അത്തരത്തിൽ മത്സരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നൊരു വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ആദ്യഘട്ടങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ഉണ്ടായൊരു സംഭവമായിരുന്നു. പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മത്സരിപ്പിക്കാൻ ഇറങ്ങി. പക്ഷേ അവരെ പലയിടങ്ങളിലും പാർട്ടിക്ക് അവർ ഒരു പരാജയമായി മാറുന്ന, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പരാജയമായി മാറുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവർക്ക് വിജയം പാർട്ടിക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞില്ല. അവർ പരാജയപ്പെട്ടു. ഇതൊക്കെ തന്നെ പാർട്ടിയുടെ മുഖം പൊതുജനങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഒപ്പം തന്നെ കോർപ്പറേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ വർഷങ്ങളായി കൈവശം ഉണ്ടായിരുന്ന ഇടതിന്റെ കോർപ്പറേഷൻ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരു വിമർശബുദ്ധിയാൽ തന്നെ കാര്യങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു കോർപ്പറേഷൻ, വളരെ പ്രധാനപ്പെട്ട കൊല്ലത്തെ ഒരു കോർപ്പറേഷൻ പാർട്ടിക്ക് നഷ്ടപ്പെട്ടതിന് പിന്നിൽ ചില പ്രവർത്തകർ, അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില പ്രവർത്തകരുടെ ഒരു ചരടുവലിയും ഇതിനകത്ത് കാരണമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉയർന്നു. ഒപ്പം തന്നെ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടതിനോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ മുൻ കൗൺസിലർമാരുടെയൊക്കെ പൂർണ്ണമായും പേരുകൾ ഒഴിവാക്കി എല്ലാ പുതുമുഖങ്ങളെ നിശ്ചയിക്കുന്ന തരത്തിലേക്ക് പാർട്ടി എത്തി. അതൊരു പ്രധാന പരാജയ കാരണമായി എന്നും വിലയിരുത്തപ്പെടുന്നു. ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയിൽ നമുക്കറിയാം ഏറെ വിഭാഗീയത ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഏറെ വിമർശനങ്ങളും വിഭാഗീയത പ്രവർത്തനങ്ങളും ഒക്കെ ഉയർന്നു വന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു. അതുപോലെ പാർട്ടിക്ക് പലപ്പോഴും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ തുറന്ന ഒരു നിലപാടുകളും നടപടികളും ഒക്കെ എടുക്കേണ്ടി വന്ന സാഹചര്യം കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു കരുനാഗപ്പള്ളിയിലെ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം കൂടി വ്യക്തമായത്. അതായിരുന്നു കരുനാഗപ്പള്ളിയിൽ പാർട്ടിക്കുണ്ടായ ഒരു പ്രധാന
ഒരു പരാജയ കാരണം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് പാർട്ടിയുടെ കൈവശം തന്നെയായിരുന്നു. പക്ഷെ അതും UDF-ലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലൊരു തുറന്ന നിലപാടുകളും നടപടികളും ഒക്കെ കരുനാഗപ്പള്ളിയിൽ എടുത്തത് അതും ജനങ്ങളുടെ ഇടയിൽ ഒരു വിമർശന ബുദ്ധിയാ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കാണുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചു എന്നും തന്നെ ഒരു വിലയിരുത്തലുണ്ടായി. ഏതായാലും ഒപ്പം തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ പാർട്ടിക്കുള്ളിലെ സ്വയം വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെയും ചിലയിടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസും BJP-യും വോട്ടുകൾ പരസ്പരം മറിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളും ഈ കമ്മിറ്റി യോഗത്തിൽ ഉയരുന്നുണ്ട്. ഏതായാലും ഇന്ന് ചേരുന്ന കൂടുതൽ ജില്ലാ കമ്മിറ്റി യോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണ യോഗങ്ങളിൽ ഒരു തിരുത്തൽ നടപടികളിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പാർട്ടി പോകുന്നത്. സുധീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. കൊല്ലം എങ്ങനെ CPM-ന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ അത് മുഴുവനായിട്ടും നടന്നില്ല. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റിയാണ്. കമ്മിറ്റിയിലെങ്കിലും എങ്ങനെ തോറ്റു, എന്താണ് കാര്യങ്ങൾ എന്നൊന്ന് വിലയിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ ആശങ്ക അറിയിക്കും. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എപ്പോഴാണ് KN ബാലഗോപാൽ നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക? കടമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ, പരിധി വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലായിരിക്കും ചർച്ച പുരോഗമിക്കുക? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഓരോ സംസ്ഥാനത്തും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്താണ് പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എല്ലാ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സമയം നമ്മൾ അങ്ങനെ കാണുന്നതാണ്. കേരളത്തിലും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ചില പ്രഖ്യാപനങ്ങൾ. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും സമാനമായ രീതിയിൽ പ്രഖ്യാപനങ്ങളും നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പണം തന്നെയായിരുന്നു. ആ പണത്തിലാണ് വലിയ കുറവ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചുള്ളത്. 42,000 കോടി രൂപ കടമെടുക്കാനുള്ള ഒരു പരിധിയാണ് കേരളത്തിന് ഈ വർഷം ഉണ്ടായിരുന്നത്, ഈ സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നത്. അതിൽ 29,000-ഓളം കോടി രൂപ ഇതുവരെ എടുക്കുകയും ചെയ്തിരുന്നു. 12,512 കോടി രൂപയാണ് ഇനി കേരളത്തിന് എടുക്കാനുണ്ടായിരുന്നത്. അതിൽ 5,944 കോടി രൂപ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. അതായത് ആ കടം എടുപ്പ് ഒഴിവാക്കി അത് വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി 6,000-ഓളം കോടി രൂപ മാത്രമാണ് കേരളത്തിൽ എടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. സാഹചര്യത്തിലാണ് നിർമ്മല സീതാരാമനുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയത് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1,25,000-ഓളം കോടി രൂപയുടെ വെട്ടിച്ചുരുക്കലാണ് ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തെ വലിയ തരത്തിൽ സാമ്പത്തികമായി ബാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ കിഫ്ബി വഴിയും മറ്റ് കാര്യങ്ങളും വഴി എടുത്ത പണത്തിന്റെ ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിന് ചില തടകൾ ഇട്ടിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിലെ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും മറ്റ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം തന്നെ ചർച്ചയാകും. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയും നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന അധിക ബാധ്യതകൾ, അത് കേരളത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത്തരം ആശങ്കകൾ കൂടി കേന്ദ്രമന്ത്രി അറിയിക്കുമെന്നുള്ളതാണ് ധനമന്ത്രിയുടെ ഓഫീസ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. മായ, പ്രശാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ചതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തത്. മറ്റു വാർത്തയിലേക്ക്. ISROയുടെ വാണിജ്യ ദൗത്യമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 വിക്ഷേപണം ഇന്ന് രാവിലെ 8:55 നടക്കും. ഇന്ത്യൻ നിർമ്മിത റോക്കറ്റായ LVM-3യിലാണ് 6,500 കിലോഗ്രാം ഭാരമുള്ള അമേരിക്കൻ ഉപഗ്രഹം കുതിച്ചുയരുക. ലോ എർത്ത് ഓർബിറ്റിൽ വിക്ഷേപിക്കുന്ന ഏറ്റവും വലിയ വാണിജ്യ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമാണ് ഇത്. അമേരിക്കയുടെ ഭാരമേറിയ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ് ബ്ലൂബേർഡ് 6. ISROയുടെ LVM-3 വാണിജ്യ വിക്ഷേപണ വാഹനത്തിൽ വിക്ഷേപണം. ഇസ്രോയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും US ആസ്ഥാനമായുള്ള AST സ്പേസ് മൊബൈലും തമ്മിൽ ഒപ്പുവച്ച വാണിജ്യ കരാറിന്റെ ഭാഗമാണ് ദൗത്യം. PSLVയെ അപേക്ഷിച്ച് ഭാരമേറിയ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് LVM-3.
2022 വാണിജ്യാടിസ്ഥാനത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. നവംബർ 2 ISRO വിജയകരമായി വിക്ഷേപിച്ച 4400 കിലോഗ്രാം ഭാരമുള്ള LVM-3 M5 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു ഇതിനു മുൻപ് വിക്ഷേപിച്ച ഭാരമേറിയ ഉപഗ്രഹം. ബ്ലൂബേർഡ് ഉപഗ്രഹത്തിന് ഏകദേശം 6500 കിലോഗ്രാം ഭാരമുണ്ട്. ഉയരത്തിലും കരുത്തിലും മുന്നിലായതുകൊണ്ട് തന്നെ ഈ റോക്കറ്റിനെ ബാഹുബലി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതുവരെ നടത്തിയ 7 ദൗത്യങ്ങളിലും 100% വിജയം കൈവരിച്ച റോക്കറ്റാണ് LVM-3. ലോകത്തിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഉപഗ്രഹമാണ് ബ്ലൂബേർഡ്. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു മൊബൈൽ ടവർ പോലെ ഇവ പ്രവർത്തിക്കും. പ്രത്യേക സാറ്റലൈറ്റ് ഫോണുകളോ വലിയ ഡിഷ് ആന്റിനകളോ ഇല്ലാതെ തന്നെ ഉപഭോക്താവിന്റെ കൈവശമുള്ള സാധാരണ 4G 5G സ്മാർട്ട് ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റും വോയിസ് കോളുകളും ലഭ്യമാക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്കാകും. ലോകത്തിലെ മൊബൈൽ കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മൊബൈൽ കവറേജ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സമുദ്രങ്ങളിലും മരുഭൂമികളിലും വിദൂര വനമേഖലകളിലും തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഇതുവഴി ലഭ്യമാകും. നിലവിൽ സ്റ്റാർലിങ്ക് പോലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേക റിസീവറുകൾ ആവശ്യമാണ്. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യ വരുന്നതോടെ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് തന്നെ ബഹിരാകാശത്ത് നിന്നുള്ള ഇന്റർനെറ്റ് നേരിട്ട് ലഭ്യമാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന ദൗത്യമാണിത്. വിക്ഷേപണത്തിനായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിയിൽ നിന്ന് നമ്മൾ മാറുകയാണ്. അതോടൊപ്പം അന്താരാഷ്ട്ര ഉപഗ്രഹങ്ങൾക്കായുള്ള വിശ്വസനീയമായ വിക്ഷേപണ വാഹന ദാതാവ് എന്ന നിലയിലേക്കും നമ്മൾ ചുവടുവയ്ക്കുന്നു. ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മലപ്പുറത്ത് പലയിടത്തും ഭൂമി കുലുങ്ങിയതായി നാട്ടുകാർ. രാത്രി 11:20ഓടെയാണ് വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, എന്താണ് വിവരങ്ങൾ? മഴ ഇന്നലെ രാത്രി 11:20ഓടുകൂടിയാണ് മലപ്പുറത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഭൂമികുലുക്കമുള്ളതായി അനുഭവപ്പെട്ടത്. എന്നാൽ അധികൃതർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. മലപ്പുറത്ത് കോട്ടയ്ക്കൽ, വേങ്ങര, സ്വാഗതമാട് തുടങ്ങിയ വിവിധ ഇടങ്ങളിലാണ് 10ഓളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഭൂമി കുലുങ്ങിയതായി അനുഭവപ്പെടുന്നതായി നാട്ടുകാർ അധികൃതരെ അറിയിച്ചു. സോഷ്യൽ മീഡിയയോടെയാണ് നാട്ടുകാർ തങ്ങളുടെ പരിഭ്രാന്തി ആദ്യം അധികൃതരെ അറിയിച്ചത്. അധികൃതർ ഇതിനോട് പ്രതികരിച്ചത് ഇത് ഭൂമികുലുക്കം അല്ല, ചെറിയൊരു പ്രകമ്പനം മാത്രമാണ്, ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നാണ് അറിഞ്ഞത്. അസാധാരണമായൊരു ശബ്ദവും ഏതാനും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കുലുക്കവുമാണ് അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നത്. എന്തായാലും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്ന് അധികൃതർ അറിയിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മഴ. അരവിന്ദനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മലപ്പുറത്ത് പലയിടത്തും ഇന്നലെ രാത്രി 11:20ഓടുകൂടി ഭൂമി കുലുങ്ങിയതായി പറയുന്നു. തിരുവനന്തപുരം വർക്കലയിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓട്ടോയിലിടിച്ച് അപകടം. വർക്കല അകത്തുമുറിയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. റോഡിൽ നിന്നും വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് പ്ലാറ്റ്ഫോമിലൂടെ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയം തിരുവനന്തപുരത്തേക്ക് പോയ ട്രെയിൻ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, എന്താണ് സംഭവിച്ചത്? എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? ഇന്നലെ രാത്രിയിലാണ് ട്രെയിൻ വർക്കല അകത്തുമുറിയിലെത്തിയപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിന്റെ മുന്നിലേക്ക് ഓട്ടോറിക്ഷ എത്തുന്നത്. ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടത് അവിടെ പ്ലാറ്റ്ഫോമിൽ നിന്നും അതുപോലെ തന്നെ ട്രാക്കിൽ നിന്നും അതുപോലെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലാണ് ഉള്ളത്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ ഓട്ടോറിക്ഷ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയും ട്രെയിനിന് മുന്നിലേക്ക് മറിയുകയും ചെയ്തത്. അതേസമയത്ത് തന്നെ ട്രെയിൻ ഈ വാഹനത്തിൽ ഈ ഓട്ടോയിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തു. ഓട്ടോ മറിഞ്ഞ ഉടൻ തന്നെ ഡ്രൈവർ സുധി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇയാളെ പ്ലാറ്റ്ഫോമിലൂടെ വാഹനം ഓടിച്ച് കയറ്റി ട്രാക്കിലേക്ക് മറിച്ച സംഭവത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. എന്നാൽ വളരെ നേരത്തെ ശ്രമഫലത്തിന് ഫലമായി പിന്നീട് ഓട്ടോറിക്ഷ ട്രാക്കിൽ നിന്നും മാറ്റിയതിനു ശേഷമാണ് ട്രെയിൻ പുറപ്പെടാനായത്. അതിനാൽ തന്നെ ഏകദേശം 1 മണിക്കൂറോളം വൈകിയാണ് ട്രെയിൻ പിന്നീട് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. യാത്രക്കാർക്ക് ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. എന്തുതന്നെയായാലും ഇത്തരമൊരു അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നത് വേറെ ആശ്വാസകരമാണ്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ഈ ഓട്ടോ ഡ്രൈവർ സുധി, കല്ലമ്പലം സ്വദേശിയായിട്ടുള്ള സുധി എന്ന് പറയുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓട്ടോയിലിടിച്ച് അപകടമുണ്ടായി. മറ്റൊരു വാർത്തയിലേക്ക്.
രാജ്യത്ത് കാട്ടാനകളുടെ എണ്ണം കുറയുന്നതായി പഠന റിപ്പോർട്ട്. DNA അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പിലാണ് കാട്ടാനകളുടെ എണ്ണം കുറയുന്നതായി കണ്ടെത്തിയത്. കേരളത്തിലും കാട്ടാനകൾ കുറയുകയാണ്. എന്നാൽ നമ്മുടെ അയൽസംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആനകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കാട്ടാന നാട്ടിലിറങ്ങിയാൽ വലിയ പ്രശ്നമാണ്. കാടുകയറ്റൽ, മയക്കുപിടി വയ്ക്കൽ, കുങ്കിയാനകളുടെ വരവ്, അങ്ങനെ ആകെ ബഹളം. എന്തൊക്കെ പറഞ്ഞാലും കാട്ടാനയെ കാണാനും കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ കാട്ടാനകളുടെ എണ്ണം കുറയുന്നു എന്നാണ് കണക്കുകൾ. DNA അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ കണക്കെടുപ്പിലാണ് കാട്ടാനകളുടെ എണ്ണം കുറഞ്ഞതായി കണ്ടെത്തിയത്. കാട്ടാനകളുടെ പിണ്ഡത്തിൽ നിന്നെടുത്ത DNA ഫിംഗർ പ്രിന്റിങ്ങിലൂടെയാണ് എണ്ണം തിട്ടപ്പെടുത്തിയത്. ഈ കണക്കനുസരിച്ച് രാജ്യത്ത് 18,255 26,645 ഇടയിലാണ് കാട്ടാനകളുടെ എണ്ണം. ശരാശരി 22,466 കാട്ടാനകൾ എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. 2017 കണക്ക് പ്രകാരം രാജ്യത്ത് ഉണ്ടായിരുന്നത് 27,312 കാട്ടാനകളാണ്. പശ്ചിമഘട്ടത്തിലാണ് ഏറ്റവും അധികം കാട്ടാനകൾ ഉള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 11,934 കാട്ടാനകളാണ് ഇവിടെയുള്ളത്. കേരളത്തിലും ആനകളുടെ എണ്ണം കുറയുകയാണ്. 2,785 കാട്ടാനകളാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത്. സംസ്ഥാനത്ത് കാട്ടാനകളുടെ അസ്വാഭാവിക മരണം കൂടുന്നതാണ് ആനകളുടെ എണ്ണം കുറയാനുള്ള പ്രധാന കാരണം. ഓരോ വർഷവും 100-ലേറെ കാട്ടാനകളാണ് ചെരിയുന്നത്. അതിനാൽ ഇതിൽ വിശദ പഠനം നടത്തണമെന്ന നിലപാടിലാണ് വനം വകുപ്പ്. തമിഴ്നാട് മാതൃകയിൽ എലിഫന്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് വികസിപ്പിക്കണമെന്നും സെൻസസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കാരണം തമിഴ്നാട്ടിൽ ആനകളുടെ എണ്ണം കൂടുന്നുണ്ടത്രേ. 3,170 കാട്ടാനകളാണ് ഇപ്പോഴുള്ളത്. മുൻപ് ഇത് 3,063 ആയിരുന്നു. അതായത് 107 ആനകൾ കൂടി എന്നാണ് കണക്കുകൾ പറയുന്നത്. ആനകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും തമിഴ്നാട് ഏറെ മുന്നിലാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് കടുത്ത ശൈത്യത്തെ പ്രതിരോധിക്കാൻ തീ കൂട്ടി പ്രദേശവാസികൾ. കഴിഞ്ഞ ഒരാഴ്ചയായി മലയോര മേഖലകളിൽ ശൈത്യവും മഞ്ഞുവീഴ്ചയും രൂക്ഷമാണ്. വയനാടുമായി അതിരിടുന്ന കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്താണ് അതിശൈത്യവും മഞ്ഞുവീഴ്ചയും. ഒരാഴ്ചയായി അതിശൈത്യം അനുഭവപ്പെടുന്നുണ്ട്. തെരുവുകളിൽ തീ കൂട്ടിക്കാഞ്ഞാണ് പ്രദേശവാസികൾ ശൈത്യത്തെ പ്രതിരോധിക്കുന്നത്. ഉണങ്ങിയ വിറകും ചപ്പുകളും ഉപയോഗിച്ചാണ് തീയിട്ടുകായൽ. മുക്കം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രഭാത സവാരിക്കെത്തുന്നവർക്ക് തണുപ്പിന് മറികടക്കാനായി പ്രഭാത സവാരി കൂട്ടായ്മയായ മുക്കം വാക്കിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് തീയിട്ട് കായാനുള്ള സൗകര്യമൊരുക്കിയത്. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര തണുപ്പുണ്ടായിട്ടില്ലെന്നാണ് പ്രഭാത സവാരിക്കാരുടെ അനുഭവ സാക്ഷ്യം. നമ്മളെ മലയോര മേഖലയിലും അതിശക്തമായ ശൈത്യമാണ്. രാവിലെ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു തണുപ്പ് കിട്ടിയില്ല. വളരെ ഒരു 3-4 ദിവസമായിട്ട് പ്രത്യേകിച്ചും വളരെ മരം കൊച്ചുന്ന തണുപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു വലിയ തണുപ്പ്. അതിരാവിലെ എഴുന്നേൽക്കൊന്നും നടക്കുന്ന ആളുകൾക്കൊക്കെ വലിയ തണുപ്പാണ്. മലയോര മേഖലയായ കക്കാടംപൊയിൽ, പൂവാറന്തോട്, പുല്ലൂരമ്പാറ എന്നിവിടങ്ങളിൽ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. ജലാശയങ്ങളിൽ ഇറങ്ങുന്നവരുടെ ശരീരം മരവിച്ചു പോകുന്നതിനാൽ ജാഗ്രത വേണം. കാല് കോച്ചിപ്പോയിന് രാത്രി പൂളിൽ ഇറങ്ങിയിട്ട്, അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് കാല് കോച്ചിപ്പോയിട്ട് കാരണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ രാവിലെയൊക്കെ നല്ല മഞ്ഞാണ്, അതീവ ശൈത്യമാണ് ഇപ്പം എല്ലാ മേഖലയിലും. പ്രത്യേകിച്ച് പൂവാറന്തോട്, ആനക്കാമ്പൊയിൽ, കക്കാടംപൊയിൽ ഈ ഭാഗത്തൊക്കെ വളരെ ശൈത്യമാണ്, അതിശൈത്യം തന്നെയാണെന്ന് പറയാം. കടുത്ത മഞ്ഞും തണുപ്പും കാരണം പനി, ജലദോഷം ഉൾപ്പെടെയുള്ള രോഗങ്ങളും മലയോര മേഖലയിൽ വ്യാപിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഡിസംബർ മാസം എത്തിയതോടെ കാഴ്ചയുടെ പുതുവസന്തവും സുഗന്ധവും പടർത്തി വിരിഞ്ഞു നിൽക്കുന്ന മണിമുല്ലക്കൂട്ടം ദൃശ്യവിരുന്നാവുകയാണ്. ഡിസംബർ മാസത്തിൽ പൂക്കുന്ന മണിമുല്ല ആലപ്പുഴ കായംകുളത്തെ ഒരു വീടിന്റെ ടെറസിലാണ് കാഴ്ചക്കാർക്ക് പുതിയ അനുഭവം സമ്മാനിക്കുന്നത്.
വെളുത്ത പുടവ ചുറ്റി മഞ്ഞു പുതച്ചു നിൽക്കുന്ന കശ്മീർ മലനിരകളല്ലിത്. ഡിസംബർ ശൈത്യത്തിന്റെ കുളിരണിയിക്കുന്ന പ്രഭാതങ്ങൾക്കും സായാഹ്നങ്ങൾക്കും കൂടുതൽ ദൃശ്യചാരുത പകർന്ന സുഗന്ധം പരത്തി നിറഞ്ഞങ്ങനെ നിൽക്കുന്ന മണിമുല്ലയുടെ കൂട്ടമാണ്. ആലപ്പുഴ കായംകുളം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഈ മനം നിറയ്ക്കുന്ന കാഴ്ച. വീഡിയോഗ്രാഫറായ പ്രകാശിന്റെ വീടിന്റെ ടെറസിലാണ് മണിമുല്ലക്കൂട്ടം കാഴ്ചയുടെ വസന്തം വിരിയിക്കുന്നത്. പ്രകാശിന്റെ ജീവിത പങ്കാളി നമിതയും മകൻ കേശവനുമാണ് ഇവയെ പരിപാലിക്കുന്നത്. പൂക്കളെ മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന നമിതയുടെ അമ്മ പകർന്നു നൽകിയതാണ് പൂക്കളോടുള്ള ഈ സ്നേഹം. അതിനാൽ തന്നെ ഒരു അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ സുഗന്ധം കൂടി മണിമുല്ലയോടൊപ്പം അവിടെ മാകെ പരക്കുന്നുണ്ട്. ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊക്കെ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് അതിൽ ഫീൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ ധാരാളം തേനീച്ചകൾ അതെല്ലാം ഇതിലൂടെ പറന്ന് നടക്കുന്നത് നമുക്ക് കാണാം. ഇത് വർഷത്തിലൊരു പ്രാവശ്യം മാത്രമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുക. ഇത് 4 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ പൂക്കൾ വിടർത്തുകൊണ്ട് നിൽക്കുകയാണ്. ധാരാളം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി എത്താറുണ്ട്. അമ്മയെപ്പോലെ തന്നെ നമിതയും മക്കളെ പരിപാലിക്കുന്ന പോലെയാണ് ചെടികളെ വളർത്തുന്നത്. വീടിന്റെ ടെറസിൽ ഏകദേശം 500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് മണിമുല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. ഡിസംബറിൽ പൂക്കുന്ന ചെടികളിൽ ഒന്നായ മണിമുല്ല 4 വർഷത്തോളമായി ഇവിടെ കാഴ്ചയുടെ വിരുന്ന് ഒരുക്കുന്നു. അതിനാൽ തന്നെ നിരവധി ആളുകളാണ് കണ്ണിന് ഇമ്പമേകുന്ന ഈ കാഴ്ച കാണാൻ ഇവിടേക്ക് എത്തുന്നത്. വെളുപ്പും ഇളം മഞ്ഞയും നിറത്തിൽ ദൃശ്യഭംഗിക്കൊപ്പം പ്രദേശമാകെ സുഗന്ധവും പരത്തി നിൽക്കുന്ന മണിമുല്ല കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് പുത്തൻ അനുഭവമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. മരണപ്പെട്ടവരുറങ്ങുന്ന മണ്ണിൽ പ്രത്യാശയുടെ പ്രതീകമായ പുൽക്കൂട് ഒരുക്കി പുത്തുമലയിലെ ഹൃദയഭൂമിയിലുണ്ട് ഒരച്ഛനും അമ്മയും. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മൺമറഞ്ഞ സഹോദരങ്ങളായ 3 പിഞ്ചോമനകൾ ഒന്നിച്ചുറങ്ങുന്ന ഹൃദയഭൂമിയിൽ മാതാപിതാക്കളായ അനീഷും സൈനയും വിണ്ണിലുറങ്ങുന്ന മക്കൾക്കായി തിരുപ്പിറവിയുടെ പുൽക്കൂട് ഒരുക്കിയിരിക്കുകയാണ്. ലോകമെങ്ങും ക്രിസ്മസ് രാവിനായി തയ്യാറെടുക്കുമ്പോൾ നെഞ്ചുലയുന്ന സങ്കടം ഉള്ളിലൊതുക്കി അവർ തങ്ങളുടെ പൊന്നോമനകൾക്കായി പുൽക്കൂടൊരുക്കി. പുൽക്കൂടും നക്ഷത്രങ്ങളുമെല്ലാം ഒരുക്കണമെന്നത് മൂവരുടെയും ആഗ്രഹമായിരുന്നു. എന്നാൽ ഇനിയൊരു ക്രിസ്മസ് നാളുകളെ വരവേൽക്കാൻ തങ്ങളുടെ പൊന്നോമനകളില്ല. ലോകത്തിന്റെ നാഥനെ വരവേൽക്കാൻ മക്കളുടെ ആഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ഇന്നിവർ. സഹോദരങ്ങളായ നിവേദ്, ധ്യാൻ, ഇഷാൻ എന്നിവരെ സംസ്കരിച്ചതിനോട് ചേർന്നാണ് പുൽക്കൂടൊരുക്കിയത്. 2ാമത്തെ മകൻ ധ്യാനിന്റെ ആഗ്രഹമായിരുന്നു ക്രിസ്മസിന് പുൽക്കൂടും നക്ഷത്രങ്ങളുമെല്ലാം ഒരുക്കണമെന്നത്. ഉരുൾ കവർന്നെടുത്ത അവരുടെ ആഗ്രഹങ്ങൾ ഞങ്ങളുള്ള കാലത്തോളം ഒരുക്കി നൽകും. മക്കളുടെ ചിത്രം പതിപ്പിച്ച കുഴിമാടത്തിനരികെ ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളും കരുതി വെച്ചിട്ടുണ്ട്. തൊട്ടരികിലായാണ് അമ്മയെയും അടക്കം ചെയ്തിട്ടുള്ളത്. വിട്ടുപിരിഞ്ഞിരുന്നില്ല ഒരു നേരം പോലും. വിട്ടുപോയപ്പോൾ ആ ഓർമ്മകൾ മാത്രമാണ് ഇന്നിവർക്ക് കൂട്ടായുള്ളത്. അമൃത ന്യൂസ്, വയനാട്. മതേതൃത്വത്തിന്റെ മധുരം പകർന്ന് ഇടുക്കി രാജാക്കാട് ക്രിസ്മസ് കരോൾ. രാജാക്കാട് ക്രിസ്തുരാജ പള്ളിയുടെയും മതസൗഹാർദ്ദ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് ഒരു നാടൊന്നാകെ ചേർന്ന് ടൗൺ കരോൾ ആഘോഷമാക്കിയത്. ടൗണിലെത്തിയ മുഴുവൻ ആളുകൾക്കും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേക്ക് വിതരണവും നടത്തി. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്നു നൽകുന്ന ക്രിസ്മസ് കാർഷിക കുടിയേറ്റ ഗ്രാമമായ രാജാക്കാട് ജാതിമത വ്യത്യാസമില്ലാതെ ആഘോഷമാക്കി. ഇത്തവണ നിരവധി പാപ്പാമാരും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കരോൾ സംഘം രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നിന്നുമാണ് പുറപ്പെട്ടത്. രാജാക്കാട് SNDP യൂണിയൻ, NSS കരയോഗം, മമ്മട്ടിക്കാനം ജുമാ മസ്ജിദ്, വ്യാപാരി വ്യവസായികൾ എന്നിവർ പള്ളിമുറ്റത്തു നിന്നും ഒന്നിച്ച് ടൗണിലേക്ക് കരോൾ ഗാനം ആലപിച്ച് നീങ്ങി. പോകുന്ന വഴികളിൽ മുഴുവൻ ആളുകൾക്കും കേക്കുകളും ആശംസാ കാർഡുകളും നൽകി മതേതരത്വത്തിന്റെ ക്രിസ്മസ് ആശംസകൾ നേർന്നു.
മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്മ വരാൻ വേണ്ടി ഭൂമിയിൽ അവതാരമെടുത്ത ദൈവപുത്രനാണ് യേശുദേവൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ആഘോഷമായിട്ട് ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ഒരു സന്ധ്യയിൽ ഒരുമിച്ച് കരോൾ ഗാനങ്ങൾ, ജാതിമത ഭേദമില്ലാതെ കുപ്പായമിട്ടെത്തിയ പാപ്പാമാർ. തുടർന്ന് ടൗണിൽ ക്രിസ്മസ് സന്ദേശവും ഫ്ലാഷ് മോബും കരോൾ ഗാനാലാപനവും. പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, മതസൗഹാർദ്ദ കൂട്ടായ്മ കോർഡിനേറ്റർ VS ബിജു എന്നിവർ നേതൃത്വം നൽകി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ക്രിസ്മസ് ആഘോഷ നിറവിൽ നക്ഷത്ര വിസ്മയങ്ങൾ തീർക്കുന്ന കൊല്ലത്തെ ഒരു സ്റ്റാർ കമ്പനി ഇത്തവണയും വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ 100 കണക്കിന് സ്റ്റാറുകളാണ്. കൊല്ലം ഉണ്ടക്കലിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ഗ്രൂപ്പാണ് ഈ നക്ഷത്ര നിർമ്മാണത്തിന് പിന്നിൽ റെക്കോർഡ് നേട്ടവുമായി മുന്നേറുന്നത്. വിപണിയിലെ പുതിയ ട്രെൻഡുകൾക്കൊപ്പം ആശയങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയും പേപ്പർ സ്റ്റാറുകൾ ഒരുക്കുന്ന സെന്റ് തോമസ് ഗ്രൂപ്പിന്റെ നക്ഷത്രങ്ങൾക്ക് കേരളത്തിന് പുറത്തും ആവശ്യക്കാർ ഏറെയാണ്. ഏഞ്ചൽ, ബെൽ, ട്രീ, മിൽക്കി, പപ്പ സ്റ്റാർ തുടങ്ങി 3 രൂപ മുതൽ 200 രൂപ വരെയുള്ള സ്റ്റാറുകൾ ഇവിടെയുണ്ട്. കേരളത്തിനു പുറമെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കും മിന്നിത്തിളങ്ങാൻ പേപ്പർ നക്ഷത്രങ്ങൾ ഇവിടെ നിന്നും തയ്യാറാക്കുന്നു. വർഷത്തിലൊരിക്കലാണ് സ്റ്റാറുകൾക്ക് ആവശ്യക്കാർ കൂടുന്നതെങ്കിലും ഇവിടെ ഇതിനായുള്ള നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നത് ജനുവരി മാസം മുതലാണ്. 7 ലക്ഷം വരെ നക്ഷത്രങ്ങളാണ് സീസണിൽ മാത്രം ഇവിടെ നിന്നും വിപണികളിലേക്ക് എത്തിക്കുന്നത്. LED സ്റ്റാറുകൾ വിപണി കീഴടക്കുമ്പോഴും പേപ്പർ സ്റ്റാറുകൾക്ക് പുതുമ സൃഷ്ടിച്ച വിപണി കീഴടക്കുകയാണ് സെന്റ് തോമസ് സ്റ്റാർ കമ്പനി. ഓരോ വർഷവും നമ്മൾ പല പല ഡിസൈൻസാണ് കാണുന്നത്. നമ്മൾ ഓരോ വീടുകളിൽ ചെന്നാൽ പോലും മുമ്പൊക്കെ കാണുന്നതിലും പലതരം രീതിയിൽ വളരെ മാറ്റമുണ്ട്. നമ്മുടെ ഇവിടെ ആയാലും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നത് ഇങ്ങനെ ഒരു മാറ്റം നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. പേപ്പർ സ്റ്റാറുകൾക്ക് പകലിലും എടുപ്പുണ്ട്, പക്ഷേ LEDക്ക് ആ ഒരു ഇതില്ല. എന്നാലും രാത്രിയാകുമ്പോൾ കൂടുതൽ കളർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് LED ആണ്. 30 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഡേവിസ് ജോസഫ് എന്ന സംരംഭകന്റെ ആശയമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പേളി ടീച്ചറാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 30-ലധികം ജീവനക്കാരാണ് ഇവിടെ ഈ നക്ഷത്രങ്ങളുടെ നിർമ്മാണത്തിന് പിന്നിൽ. കൂടാതെ കുടിൽ വ്യവസായം പോലെ വീടുകളിലിരുന്ന് 100 കണക്കിന് വീട്ടമ്മമാർ ഇവിടേക്കായി നക്ഷത്രങ്ങൾ നിർമ്മിക്കുന്നു. ജനുവരി മുതൽ സ്റ്റാറുകളുടെ നിർമ്മാണം ആരംഭിക്കുമെങ്കിലും സെപ്റ്റംബർ മുതലാണ് കച്ചവട കേന്ദ്രങ്ങളിലേക്ക് നക്ഷത്രങ്ങൾ അയക്കുന്നത്. നക്ഷത്രങ്ങൾ മാത്രമല്ല, ക്രിസ്മസിനായുള്ള എല്ലാവിധ അലങ്കാര വസ്തുക്കളും ഇവിടെയുണ്ട്. ഒപ്പം ദേവാലയങ്ങളിലെ തിരുക്കർമ്മങ്ങൾക്കാവശ്യമായ പൂജാവസ്തുക്കളും. പുതുമ നിറഞ്ഞ നക്ഷത്രങ്ങൾ ഇക്കുറിയും വിപണികളിലെത്തിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ സെന്റ് തോമസ് ഗ്രൂപ്പ് നക്ഷത്ര ശോഭയോടെ തിളങ്ങി നിൽക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. അമൃത ന്യൂസ്, കൊല്ലം. ഇടുക്കിയിൽ സംഗീത സാന്ദ്രമായി കരോൾ ഗാനവും ആവേശമായി പാപ്പാ മത്സരവും. യാക്കോബായ സുറിയാനി സഭ JSOYയുടെ നേതൃത്വത്തിലാണ് ദുമോറോ 2025 എന്ന പേരിൽ മുരുക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയങ്കണത്തിൽ കരോൾ ഗാന മത്സരവും പാപ്പാ മത്സരവും സംഘടിപ്പിച്ചത്. യാക്കോബായ സുറിയാനി സഭ JSOYയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയങ്കണത്തിൽ കരോൾ ഗാന മത്സരവും പാപ്പാ മത്സരവും സംഘടിപ്പിച്ചത്. സമീപത്തെ വിവിധ ദേവാലയങ്ങൾ, സ്കൂളുകൾ, സംഘടനകൾ എന്നിവിടങ്ങളിൽ നിന്നായി 10ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കരോൾ ഗാന മത്സരത്തിന് ശേഷം പാപ്പാ മത്സരവും നടന്നു. താളത്തിനൊത്ത് നൃത്തച്ചുവടുകളുമായി എത്തിയ പാപ്പാമാർ മുരിക്കുംതൊട്ടിയെ ആവേശത്തിലാക്കി. മത്സരങ്ങളുടെ ഉദ്ഘാടനം ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്തനാസിയോസ് നിർവഹിച്ചു. മികച്ച നൃത്തച്ചുവടുകൾ കാഴ്ചവെച്ച പാപ്പാമാർക്കും പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും സമ്മാനങ്ങൾ നൽകി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഗുരുവായൂർ നഗരസഭ ഒടിഞ്ഞ മദ്യക്കുപ്പികൾ കൊണ്ട് ഒരുക്കിയ ക്രിസ്മസ് ട്രീ വിവാദത്തിൽ. സംഭവത്തിൽ പ്രതിഷേധവുമായി UDF രംഗത്തെത്തി. ക്രിസ്മസ് ട്രീ തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് ആരോപിച്ചാണ് UDF കൗൺസിലർമാർ രംഗത്ത് വന്നത്.
ഗുരുവായൂർ കിഴക്കേനടയിലെ AKG സ്മാരക കവാടത്തിലാണ് നഗരസഭ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് തെറ്റായ സന്ദേശമാണ് നൽകുകയെന്ന് UDF ആരോപിച്ചു. സംഭവത്തിൽ UDF കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ കണ്ട പ്രതിഷേധം അറിയിച്ചു. ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തിയാണ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് KPA റഷീദ് പറഞ്ഞു. ബ്രാൻഡി കുപ്പി കൊണ്ട് അല്ലെങ്കിൽ ബീറിന്റെ കുപ്പി കൊണ്ട് മദ്യക്കുപ്പി കൊണ്ട് ഇവിടെ ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ക്രിസ്മസ് ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്തായാലും വളരെ വേദനാജനകമാണ്. പ്രതിഷേധത്തിന് ശേഷം UDF നേതാക്കൾ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ഗുരുവായൂർ നഗരസഭ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രിസ്മസ് ട്രീ വിവാദം തലപൊക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. കൈനിറയെ സമ്മാനപ്പൊതികളില്ലെങ്കിലും മനസ്സ് നിറയെ നന്മയുടെ സന്ദേശവുമായി ഇത്തവണയും ഷാജി ക്രിസ്മസ് പപ്പയായി അണിഞ്ഞൊരുങ്ങി. കിലോമീറ്ററുകളോളം സൈക്കിളിൽ യാത്ര ചെയ്താണ് ഈ കൊല്ലംകാരൻ ക്രിസ്മസ് സന്ദേശം നൽകുന്നത്. ദൈവസ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകാൻ ഓരോ തവണയും പുതുമ കണ്ടെത്തുന്ന ഷാജി ഇത്തവണയും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും കൗതുക കാഴ്ചയാണ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ നിറക്കാഴ്ചകൾ കണ്ടുപോകുമ്പോഴാണ് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച, വ്യത്യസ്തനായ ഒരു ക്രിസ്മസ് പപ്പയെ കാണുന്നത്. ദേഹം മുഴുവൻ LED ബൾബുകളാണ്. അത് തന്നെയാണ് ഒരു പ്രത്യേകത. എത്ര നാളായി ഇങ്ങനെ ചെയ്യുന്നു? ഇങ്ങനെ ഒരു ആശയം തോന്നാനുള്ള കാരണം എന്താ? ഇന്നലെ തൊട്ട് നമ്മളിത് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കി ചെയ്യണമെന്ന് തോന്നി. ഒരു 7-8 കൊല്ലമായിട്ട് ഞാൻ ഇപ്പോൾ LED ഒക്കെ വെച്ച് ഇങ്ങനെ ചുമ്മാ ഇറങ്ങാറുണ്ട്. എല്ലാവർക്കും വലിയ ഇഷ്ടവുമാണ്. ഒരു പ്രാവശ്യം ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായാൽ തന്നെ ആൾക്കാർ ചോദിക്കും, ഇപ്രാവശ്യം നീ പോകുന്നില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് പിന്നെ ഇത് സ്ഥിരമായിട്ട് അങ്ങ് ചെയ്യും. ഈ ക്രിസ്മസ് പപ്പായുടെ വേഷം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളിൽ ഇതേ കണക്ക് വേഷങ്ങൾ? ഞാൻ മഹാബലിയായിട്ട് മിക്കവാറും ചെയ്യാറുണ്ട്. അത് എല്ലാ വർഷവും അതും ചെയ്യുന്നുണ്ട്. അതും ഒരു മാറ്റവും മുടക്കവും വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പകൽ ജോലിയൊക്കെ ഉണ്ടാവുമല്ലോ? പകൽ ജോലിയുണ്ട്. ഞാൻ ഡ്രൈവറാണ്. പിന്നെ ഞാൻ റിയ കാറ്ററിംഗ് എന്നും പറഞ്ഞ അവിടെ കാറ്ററിംഗ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ആ കാറ്ററിങ്ങിൻ്റെ ട്രാവൽസ് ഓടിക്കുകയാണ്, ഡ്രൈവറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എങ്ങനെ ഏത് സമയത്താണ് ഇങ്ങനെ ഇറങ്ങി തുടങ്ങുന്നത്? നമ്മൾ ക്രിസ്മസിന് ഒരു 6 മാസം മുമ്പ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങും. തുടങ്ങുമെന്ന് വെച്ചാൽ ഒരു LED കുറച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി താമസമാണ്. തച്ചെടുക്കുകയാണ് മൊത്തം. അപ്പോൾ അത് മെനക്കെട്ടിരുന്ന് തച്ചെടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഫ്രീ കിട്ടുന്ന സമയമല്ല, ഇതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കും. കുട്ടികൾക്കാണോ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു കൗതുക കാഴ്ചയായിട്ടാണല്ലോ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ യാത്ര ചെയ്തു പോകുമ്പോൾ ആ കൗതുകം അവരിൽ നിറയ്ക്കാൻ കഴിയുന്നത് ഒരു സന്തോഷം ഉള്ള കാര്യം തന്നെയല്ലേ? അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരാഘോഷങ്ങളും നമ്മൾ മാറ്റി വെക്കാറില്ല. എല്ലാ ആഘോഷങ്ങളും നമ്മൾ കേരളീയരാണ്. അവിടെ മതവും ഒന്നുമില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഏതാണെങ്കിലും ശരി അവിടെ പോയി അവരുമായിട്ട് പങ്കുചേർന്ന് അതിനോട് ആ സന്തോഷം എല്ലാവരുമായിട്ടും പങ്കുവെക്കും. ഈ വേഷത്തിൽ കാണുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത് കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ. കുഞ്ഞിന് ആ ഒരു അനുഭവം പറയാം. കുഞ്ഞുങ്ങൾ ഒരുപാട് പേർക്കും ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെല്ലുമ്പോഴേ വന്ന് വിളിക്കുമ്പം വരും. അവരുടെ സന്തോഷം തന്നെ എൻ്റെ ഈ സന്തോഷം. അവർക്ക് സെൽഫി എടുക്കാനും, പിന്നെ ഇതിനു മുമ്പ് സെൽഫിയൊന്നും ഇല്ലായിരുന്നു. ആ സമയം തൊട്ട് ഞാൻ 92-ലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഓരോ വീടുകളിൽ വിളിച്ച് കാണിച്ചു കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ പോകുന്ന വഴിക്ക് കാറ് നിർത്തി അവരുടെ ഇഷ്ടത്തിന് ഫോട്ടോ എടുത്ത് അവർ ആ സമയം തന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ പപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവർക്കും നൈറ്റിൽ പോയി ആരും അറിയാതെ, ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്, ആരും അറിയാതെ ഓരോ വീടുകളിൽ പാവപ്പെട്ട വീടുകളിൽ ചെന്ന് ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. കാരണം സെലക്ട് ചെയ്ത് പുള്ളി ഭയങ്കര ധനികനായിരുന്നു. അപ്പോൾ ഈ പുള്ളിയുടെ ഒരു അന്നത്തെ ഒരു ഹാപ്പി എന്ന് പറയുന്നത് ഈ പാവത്തുങ്ങളെ വീട്ടിൽ അവരറിയാതെ പോയി ഈ ഗിഫ്റ്റ് വെച്ചിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഇത് പതിവ് പോലെ എല്ലാവരും രാവിലെ വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഈ ഗിഫ്റ്റാണ് കാണുന്നത്. അവർ ആരാണെന്ന് അറിയത്തില്ല. അങ്ങനെ അവർ പാത്തിരുന്ന് കാണും ഇതാരാ കൊണ്ടുവച്ചതെന്ന്. അങ്ങനെ കാണേണ്ട ഒരാളാണ് ഈ പപ്പ എന്നാണ് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളതും. യുവതലമുറയ്ക്ക് പപ്പായ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് സന്ദേശം? ലഹരിയിൽ നിന്നും മാക്സിമം വിട്ടു നിൽക്കുക. കൂട്ടുകാരതിന് പോയിട്ടുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിച്ച് നിങ്ങളെ കൂടെ കൊണ്ടുവരിക. വീട്ടിലുള്ളവരുമായിട്ടും മാക്സിമം ഉള്ള സമയം ചിലവഴിച്ച് നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ മനസ്സിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അത് വീട്ടിലുള്ള അച്ഛനും അമ്മയുടെ അടുത്ത് പറയണം. അല്ലാതെ ചെറിയൊരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുമായിട്ട് പോയി അങ്ങനെ ചെയ്യുക. ഒരിക്കലും ആരെയും ഉപദ്രവിക്കാനോ ഒന്നിനും പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ നടന്നാൽ നമ്മളെ പിള്ളേരെല്ലാം രക്ഷപ്പെടും. നല്ല രീതിയിൽ ജീവിക്കാം.
പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ പുതിയ സാഹസിക റൈഡുകളുമായി കണ്ണൂർ പറശ്ശിനിക്കടവിലെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് 15 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ഇറ്റാലിയൻ റൈഡായ റോഡിക്സ് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മോസർ കമ്പനി പുറത്തിറക്കിയ റോഡിക്സ് റൈഡ് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. റൈഡിൽ ഒരേ സമയം 24 പേർക്ക് കയറാം. പാർക്കിലെത്തുന്നവർക്ക് പുതിയ റൈഡുകളിലൂടെ കൂടുതൽ ഉല്ലാസം പകർന്നു നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് വിസ്മയ ചെയർമാൻ PV ഗോപിനാഥ് പറഞ്ഞു. പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ 17 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ മേഖലയിലെ അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ട് വിസ്മയ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. വിസ്മയുടെ വളർച്ചയുടെയും മുന്നേറ്റത്തിൻ്റെയും ഒരു ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ഇന്ന് റോഡിക്സ് എന്ന പേരിൽ പുതിയൊരു റൈഡ് സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. ഈ റൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 24 പേർക്ക് ഒരേ സമയത്ത് കയറാൻ വേണ്ടി പറ്റുന്നതാണ്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്, ബാങ്കിങ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സ്വാമിയേ മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഡിസംബർ 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ 27-ന് 35,000 പേരെയുമേ വെർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് 2,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ 96,668 ഭക്തർ 18-ാം പടി ചവിട്ടി. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ക്യൂവിലും സ്പോട്ട് ബുക്കിങ്ങിലുമൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ മണ്ഡലപൂജയാണ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയാണ് വിവരങ്ങൾ? മായ, മണ്ഡലകാലത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ശബരിമലയിൽ വലിയ തിരക്ക് ആണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മണ്ഡലകാലത്തിന്റെ അവസാന ദിവസങ്ങളായ 26, 27 ദിവസങ്ങളിലേക്ക് സ്പോട്ട് ബുക്കിംഗ് അടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അന്ന് വെർച്വൽ ക്യൂ വഴി 26-ാം തീയതി 30,000 പേരെയും 27-ാം തീയതി 35,000 പേരെയും മാത്രമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. അന്നേ ദിവസം സ്പോട്ട് ബുക്കിംഗ് 2,000 ഈ ഘോഷയാത്ര വരുന്ന ദിവസം, അതായത് നിലക്കലിൽ ഘോഷയാത്ര എത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് 1:09 പമ്പയിലേക്ക് ഘോഷയാത്ര എത്തുന്നു. ഈ ഒരു സമയത്ത് ഭക്തജനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. തങ്കഅങ്കി ഘോഷയാത്ര സുഗമമായി തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് രാവിലെ 9 മണി മുതൽ നിലക്കലിൽ നിന്ന് ഭക്തർക്ക് പ്രവേശനമുണ്ടാവില്ല. പിന്നീട് ഈ തങ്കഅങ്കി ഘോഷയാത്ര പമ്പ കടന്നതിന് ശേഷം മാത്രമായിരിക്കും നിലക്കലിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുക. അതിനുശേഷം ഘോഷയാത്ര മരക്കൂട്ടത്തെത്തിയതിനു ശേഷം മാത്രമായിരിക്കും പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുക. ഇങ്ങനെ ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 27-ാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുന്നത്. അന്ന് രാവിലെ 10:10-നും 11:30-നുടെയുള്ള മുഹൂർത്തത്തിലാണ് ഈ മണ്ഡലപൂജയ്ക്ക് ശേഷം വൈകിട്ട് ഹരിവരാസനം പാടി നടയടക്കും. ഏതായാലും അവസാന ദിവസങ്ങളിലേക്ക്, ഈ മണ്ഡലകാലത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും 1,00,000-നടുത്ത് ഭക്തരെത്തുന്നുണ്ട്. മിനിഞ്ഞാന്ന് 1,00,000 കടക്കുന്ന സാഹചര്യം, അതായത് ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 1,00,000 കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 30,000-ലധികം അയ്യപ്പൻ ഭക്തന്മാരാണ് ഇതുവരെ ദർശനം നടത്തിയിരിക്കുന്നത്. മായ, പ്രശസ്ത തബലവാദകൻ അർജുൻ കാളിപ്രസാദ് നയിച്ച കോഴിക്കോട്ടെ തബല ശില്പശാല പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി. ജെൻസി ഗ്രൂപ്സ് എന്ന പേരിൽ കോഴിക്കോട് പൂക്കാട് കലാലയത്തിൽ വെച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തബലവാദനത്തിന്റെ അനന്തസാധ്യതകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം. ജെൻസി ഗ്രൂസിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. പ്രശസ്ത തബലവാദകരായ പൂനെയിൽ നിന്നുള്ള ഉമേഷ് മോഘെ, സുമിത് നായിക്, സുനിൽ കുമാർ എന്നിവരാണ് കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തത്. പ്രശസ്ത തബലവാദകനായ അർജുൻ കാളിപ്രസാദാണ് ശില്പശാല നയിച്ചത്.
ഒരുപാട് ഇങ്ങനത്തെ തബല വർക്ക്ഷോപ്സൊക്കെ നടക്കുന്നത് ഒരുപാട് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു കരിയറിൽ വളരെ നമുക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സംഭവങ്ങളായിരുന്നു. അപ്പം ഇതുപോലൊന്ന് നമ്മുടെ നാട്ടിൽ നടത്തണം, ഇതുപോലൊരു വർക്ക്ഷോപ്പ് സീരീസ് യങ്സ്റ്റേഴ്സിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ശില്പശാലയിൽ പങ്കെടുത്ത കുട്ടികൾക്കും അതൊരു പുതിയ അനുഭവമായി. ഇറ്റ് വാസ് ആക്ച്വലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ ബിക്കോസ് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ, എസ്പെഷ്യലി ഓൾ ദി സെഷൻസ് ഇൻക്ലൂഡിങ് ഗുരുജി സെഷൻ. ഇതിന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അർജുൻ മാഷിൻ്റെ ക്ലാസ്സും അതേപോലെ ഇന്നലെ ഉമേഷ് മുഖേ സാറിൻ്റെ ക്ലാസ്സും ഉണ്ടായിരുന്നു. എല്ലാ ജില്ലയിലും ഇത്തരത്തിൽ ശില്പശാല സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലേക്ക് അതിനുള്ള ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവരെ ഗ്രൂം ചെയ്യുകയുമാണ് ഈ ഒരു ഇതിൻ്റെ ഉദ്ദേശം. ഇതിപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനത്തെ ഓരോ വർക്ക്ഷോപ്പ് ചെയ്തിട്ട് കേരളത്തിൽ നിന്നും അതേപോലെ മറ്റ് സ്റ്റേറ്റുകളിലും ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം. 2 ദിവസമായി നടന്ന ശില്പശാലയുടെ സമാപനത്തിൽ ജുഗൽബന്ദിയും അരങ്ങേറി. അമൃത ന്യൂസ്, കോഴിക്കോട്. ഡോക്ടർമാരും ജീവനക്കാരും ചേർന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടു. സ്ഥാപന അധിഷ്ഠിത കൃഷിയുടെ ഭാഗമായി കാസർഗോഡ് ഉടുമ്പൻതല്ല ആരോഗ്യ കേന്ദ്രത്തിലാണ് പച്ചക്കറി തൈകൾ നട്ടു തുടങ്ങിയത്. വിവിധ ഇനം പച്ചക്കറികളുടെ 1500-ൽ പരം തൈകൾ നട്ടുകൊണ്ടാണ് ഉടുമ്പൻതല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ 50 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV ചൈതന്യ, ഡോക്ടർ മുഹമ്മദ് ഫാസിൽ എന്നിവർ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർക്കൊപ്പം പച്ചക്കറി തൈ നടാനെത്തിയത് കൃഷി ആരംഭത്തിന് ആവേശമായി. ശാസ്ത്രീയ രീതിയിൽ തുള്ളിനന സൗകര്യത്തോടെയാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കമായത്. തക്കാളി, പച്ചമുളക്, വഴുതിന, വെണ്ട തുടങ്ങിയ ഇനങ്ങളാണ് ആദ്യഘട്ടത്തിൽ കൃഷി ഇറക്കിയത്. തൃക്കരിപ്പൂർ കൃഷിഭവൻ സഹകരണത്തോടെ ആശാപ്രവർത്തകരും പച്ചക്കറി തൈകൾ നടുവാനും നിലമൊരുക്കുവാനും മുന്നിട്ടിറങ്ങി. ഈ പദ്ധതി വിജയപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ സ്റ്റാഫുകളുടെ പരിപൂർണ സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറും അതുപോലെ ജീവനക്കാരും നല്ല രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രം വളപ്പിലെ കൃഷിക്കായി കൃഷിഭവൻ മുഖാന്തരം 50,000 രൂപയുടെ ധനസഹായം അനുവദിച്ചതായി ജീവനക്കാർ പറഞ്ഞു. സ്ഥാപനാധിഷ്ഠിത പച്ചക്കറി കൃഷി പദ്ധതി പ്രകാരമാണ് തൈകൾ നട്ട് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇനി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് വിപണി വിലയിരുത്തുന്നു. വിപണിയിൽ നിക്ഷേപ താൽപ്പര്യം തുടരുക തന്നെയാണ്. ഇന്നലെ നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും പൊതുവെ വിപണിയിൽ ഒരു നിക്ഷേപ താൽപ്പര്യം പ്രകടമായിരുന്നു. രണ്ടാം തര ചെറുകിട ഓഹരികളിലും മുൻനിര ഓഹരികളിലും സമാനമായ രീതിയിൽ നിക്ഷേപ താൽപ്പര്യം പ്രകടമായിരുന്നു. വ്യാപാരത്തിനിടെ മുൻനിര ഓഹരി സൂചിയായ നിഫ്റ്റി 26,215 എന്ന നിലവാരത്തിനടുത്തേക്ക് എത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ താൽപ്പര്യം തുറന്നേക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട്. 26,300 എന്നുള്ള നിലവാരമാണ് ഇനി മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരം ഈ ഒരു ഡിസംബർ മുമ്പ് തന്നെ മറികടന്നേക്കുമെന്നാണ് കരുതുന്നത്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. US വിപണികളിൽ നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. ഏഷ്യൻ വിപണികൾ പലതിലും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവും. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ഒരു 3-4 ദിവസം അടുപ്പിച്ച് വിപണിയിൽ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടി വീണ്ടും വിൽപ്പനയിലേക്ക് മാറിയിട്ടുണ്ട്. അതുമാത്രമാണ് ഇപ്പോൾ വിപണിയെ സംബന്ധിച്ച് മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതിരോധമായി നിലകൊള്ളുന്നതും. എന്തായാലും വരും ദിവസങ്ങളിലും നിക്ഷേപ താൽപ്പര്യം തുറന്നേക്കും. പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇന്ത്യ ബിക്സ് സൂചിക, വിപണിയിലെ ഏറ്റക്കുറിച്ചുള്ള സൂചിപ്പിക്കുന്ന ഇന്ത്യ ബിക്സ് സൂചിക ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിനടുത്താണുള്ളത്. ഈ അടുത്ത ദിവസം അത് വീണ്ടും 9.5 നിലവാരത്തിന് താഴേക്ക് നീങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത് വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ നിർണായകം തന്നെയാണ്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ നിക്ഷേപം നടത്തുന്നതാണ് ഒരു പരിധിവരെ മുന്നോട്ട് നീങ്ങുന്നതിന് സഹായമായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വിപണിയിൽ ഇപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിൽ അനുകൂലമായി നിൽക്കാത്ത ബാങ്കിങ് ഓഹരികൾ ആക്സിസ് ബാങ്ക്, SIC ബാങ്ക് തുടങ്ങിയവയിൽ കൂടി ഒരു പരിധിവരെ HDFC ബാങ്കിലും കൂടെ നിക്ഷേപ താൽപ്പര്യം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ അടുത്ത നിലവാരത്തേക്ക് എത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. സ്പോർട്സ് വാർത്തയിലേക്ക്.
ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം T20യിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റിന്റെ ജയം. 129 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 49 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. ഷഫാലി വർമ്മയുടെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് കരുത്തേകിയത്. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 9 വിക്കറ്റ് നഷ്ടത്തിലാണ് 128 റൺസ് എടുത്തത്. വനിതാ ക്രിക്കറ്റ് T20 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി ഇന്ത്യ ശ്രീലങ്ക ടീം ഇന്ന് തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് 5:48 പ്രത്യേക വിമാനത്തിലാണ് ടീമുകൾ എത്തുന്നത്. ഈ മാസം 26, 28, 30 തീയതികളിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. 25-ന് ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ ശ്രീലങ്ക ടീമും വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെ ഇന്ത്യൻ ടീമും സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും. 250 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും 125 രൂപയ്ക്ക് ടിക്കറ്റ് ലഭിക്കും. ലോക ചാമ്പ്യന്മാരായ ശേഷം ഇന്ത്യൻ വനിതാ ടീം ആദ്യമായാണ് കേരളത്തിൽ കളിക്കാനെത്തുന്നത്. ഗുഡ് മോർണിംഗ് കേരളം സമാപിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. നമസ്കാരം.